ഇപ്പോൾ നഗരസഭാ വൈസ് ചെയർമാൻ PM ഹുസൈൻ ചേരുന്നുണ്ട്. ശ്രീ ഹുസൈൻ, 5 മരണം സ്ഥിരീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങളോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ? പേര് വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇവർ കണ്ണൂർ, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നാണ് നിലവിൽ മനസ്സിലായിട്ടുള്ള വിവരം. കൃത്യമായ പേര് വിവരങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയുന്നതല്ല. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. താങ്കൾ ആ അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നു? എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? താങ്കൾക്ക് ഈ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ല, മഴയായിരുന്നു ഇപ്പൊ നിലവിലുണ്ടായിരുന്നത്. ആ മഴ സമയത്ത് നന്നായി മഴ പെയ്തിരുന്ന സമയത്താണ് ഈ അപകടം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, ഇത് ബ്രേക്ക് ചെയ്തപ്പോ വണ്ടി പാളി ബസ്സിലേക്ക് പോയി ഇടിച്ചു എന്നാണ് ഇവിടെ നിന്ന് ദൃക്സാക്ഷികളിൽ നിന്ന് കിട്ടിയ വിവരം. അതായത് കാർ ഓടിച്ചവരുടെ ഭാഗത്ത് തന്നെയാണ് വീഴ്ചയെന്നാണ് നമുക്ക് പ്രാഥമികമായി പറയാൻ സാധിക്കുക, അല്ലേ? വീഴ്ച അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അത്യാവശ്യം വെളിച്ചം ഇവിടെ ഉണ്ടായിരുന്നു. ഓവർടേക്ക് ചെയ്ത് വന്നതാണ് എന്ന് പറയുന്ന ഒരു വർഷം കൂടി ഇതിനകത്ത് കേൾക്കാൻ കഴിയുന്നുണ്ട്. കൃത്യമായി അത് പറയാൻ വേണ്ടി കഴിയത്തില്ല. അത് ഇതിന്റെ അകത്ത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ, ഇപ്പൊ എന്താണെങ്കിലും ഇവിടെ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണല്ലോ. തീർച്ചയായും അവിടെ ഈ CCTV ഒക്കെ ഉള്ള ഒരു മേഖലയാണോ? ഉറപ്പായിട്ടും സ്ഥാപനങ്ങൾ, നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഷോറൂമുകളുണ്ട്, 2 വീലറുകളുടെ ഷോറൂമുകളുണ്ട്. ഇവിടെ എല്ലാം CCTV ദൃശ്യങ്ങൾ ലഭ്യമാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഈ ഇതിലിപ്പോൾ 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു എന്ന രീതിയിലൊക്കെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇവരെ എവിടെയാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്? ഏത് ആശുപത്രി എന്നതിലൊക്കെ വ്യക്തതയുണ്ടോ? വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ. അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ആയിരുന്നല്ലോ, അല്ലെ? അതെ. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാളാണ് സ്പോട്ടിൽ മരിച്ചതായി വിവരമുള്ളത്. ബാക്കി 4 പേർ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയും ആശുപത്രിയിൽ എത്തിയുമായി മരണപ്പെട്ടവരാണ്. ഇത് ടവേരയാണോ വാഹനം? അതെ, ടവേരയാണ് വാഹനം. അതായത് 7 സീറ്റർ തന്നെ ആയിരുന്നു. അതെ. തീർച്ചയായും ഞാൻ ചോദിക്കുന്നതിൽ താങ്കൾക്ക് പരിമിതി ഉണ്ടെന്ന് അറിയാമെങ്കിലും ഈ കുട്ടികൾ എവിടേക്ക് പോയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതറിയാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അത് കൃത്യമായ വിവരമില്ല. അവരെന്തായാലും എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവരായിരുന്നു. യെസ്, എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. കുറച്ചുകൂടിയൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പേര് വിവരങ്ങളടക്കം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നഗരസഭാ വൈസ് ചെയർമാൻ പറയുന്നത്. തീർച്ചയായും അപകടം നടന്ന് ഏതാനും മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. സാങ്കേതികമായി നമുക്ക് പറയുമ്പോൾ ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് ആണ് ഊന്നൽ നൽകേണ്ടത്. അപകടത്തിൽപ്പെട്ടത് ആര്, എന്ത് എന്നതൊന്നുമല്ല ആ ഘട്ടത്തിൽ പ്രദേശവാസികളെയും ജനപ്രതിനിധികളെയും ഒക്കെ സംബന്ധിച്ച് ഉത്തരവാദിത്വം. എത്രയും പെട്ടെന്ന് ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നതിനായിരുന്നു മുൻതൂക്കം നൽകിയത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതേ ഇപ്പോൾ സലാം MLA ടെലിഫോൺ ലൈനിലുണ്ട്. MLA, ഈ അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ പേര് വിവരങ്ങളോ മറ്റോ അറിഞ്ഞോ? ഹലോ. ഈ അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ പേര് വിവരങ്ങളോ അവരുടെ സ്വദേശമോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? പേരറിഞ്ഞിട്ടുണ്ട്. ഒരാള് മലപ്പുറം, ഒരാള് കണ്ണൂര്, ഒരാള് ലക്ഷദ്വീപ്, ഒരാള് ആലപ്പുഴ. അങ്ങനെയാണ്. ഈ മുഹമ്മദ് ആനന്ദ്, മുഹസിൻ, ഇബ്രാഹിം, ദേവൻ എന്നൊക്കെയുള്ള പേരുകൾ വരുന്നുണ്ട്. അങ്ങനെ പേരുകൾ? അതെ. മുഹമ്മദ് ഉണ്ട്, ആയുഷ് ആണെന്ന്, ആയുഷ് ആലപ്പുഴ, ആയുഷ്. മുഹസിനും ഇബ്രാഹിം? ഇബ്രാഹിം ഉണ്ട്, മുഹസിൻ ഇല്ലെന്ന് തോന്നുന്നു, നോക്കണം. ദേവൻ എന്നൊരു പേരുണ്ടോ? ഇബ്രാഹിം ഉണ്ട്. ശരി. ഈ അപകടത്തെ ആ പ്രദേശവാസികളുമായി മറ്റോ എന്തെങ്കിലും വിവരം ലഭിച്ചോ? എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല എങ്കിലും. ഇല്ല, ഇത് ഇവര് വടക്കോട്ട് ആലപ്പുഴ സൈഡിലേക്ക് പോവായിരുന്നു, മറ്റൊരു കായംകുളം ബസ് ഇങ്ങോട്ട് വരുമായിരുന്നു പറഞ്ഞത്. അപ്പൊ ഒരു സൈഡിലേക്ക് ഇടിച്ചു കയറി എന്നാണ് പറഞ്ഞത്. എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തതയില്ല നമുക്ക്. പിന്നെ കാറ് പൂർണ്ണമായിട്ട് തകർന്ന് വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത കുറെ കുട്ടികളെ. ഈ പരിക്കേറ്റ കുട്ടികൾ ഒരാളുടെ നില ഇത്തിരി ഗുരുതരാവസ്ഥയുണ്ട്. ഒരാളുടെ ഇവർ പിന്നിലിരുന്നവരാണ് എന്ന് തോന്നുന്നു, അല്ലേ?
അതെ അതെ അതെ. വണ്ടി ഓടിച്ചിരുന്ന ആളുടെ കാലിന് പരിക്കുക. ഇപ്പൊ വലിയ അപകടത്തില്ല. വണ്ടി ഓടിച്ചിരുന്ന പയ്യൻ. മറ്റൊരാൾക്കാണ് ഇത്തിരി ഗുരുതരാവസ്ഥ ഉള്ളത്. അതായത് ഡ്രൈവറുടെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഏതാണ്ട് കൂടുതലായി അപകടം സംഭവിച്ചിട്ടുള്ളത് അല്ലേ? മൊത്തത്തിൽ ഇടിച്ചിട്ടുണ്ട്. ഡ്രൈവറുടെ സൈഡ് ഇത്തിരി കുറവാന്ന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ ഇടിച്ചു തകർന്നു കാറ്. മറ്റ് സ്വാഭാവികമായും അവിടുത്തെ കുട്ടികളുടെയൊക്കെ മനോനില നമുക്ക് ഊഹിക്കാമെങ്കിലും ദാരുണമായ സ്ഥിതിയാണ് ഇവിടെ. നമുക്ക് തീർച്ചയായും എങ്കിലും ഇവര് എവിടേക്ക് പോയതാണെന്നോ അങ്ങനെ എന്തെങ്കിലും അവര് സിനിമയ്ക്ക് ആലപ്പുഴയ്ക്ക് സൈഡിലേക്ക് പോയെന്നാണ് ഇവിടെ ഇവിടെ നിൽക്കുന്ന കുട്ടികൾ പറയുന്നൊരു വിവരം. കുട്ടികളെ പറഞ്ഞത് എന്തായാലും അപ്പോൾ ഈ മഴയടക്കം പെയ്തതായിരിക്കാമല്ലേ അധികം? അതെ അതെ ആയിരിക്കാൻ തോന്നുന്നു. മഴയുണ്ടായിരുന്നു, ആ സമയത്ത് മഴയുണ്ടായിരുന്നു. ഈ വാഹനം ആ വിദ്യാർത്ഥികളുടേത് തന്നെ ആയിരുന്നോ? അത് അല്ല അല്ല, അവര് മറ്റേ അവരുടെ റെന്റാണെന്ന് എടുത്താന്ന് തോന്നുന്നു. അതിന്റെ വ്യക്തത വന്നിട്ടില്ല. റെന്റിലെടുത്താന്നാ തോന്നുന്നത്. കുട്ടികളുടെ ഇവിടെ പറഞ്ഞത്. ഇവിടെ നിൽക്കുന്ന മറ്റു കുട്ടികൾ പറഞ്ഞത് അവരുടെ എല്ലാന്ന് പറഞ്ഞു. അവരുടെ വാഹനം റെന്റിനെടുത്ത് ആകാം അവർ സിനിമയ്ക്ക് പോയതാണോ എന്നത് നമുക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലേ? അതെ അതെ അതെ. ഈ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ബന്ധപ്പെടാൻ ആരംഭിച്ചു. ഇവിടെ ഡോക്ടേഴ്സ് അധ്യാപകരൊക്കെ വന്നിട്ടുണ്ട്. അവര് അത് എടുത്തുകൊണ്ടിരിക്കുന്ന അഡ്രസ്സും മറ്റൊക്കെ പേര് ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. പേരും സ്ഥലവും ഇങ്ങനെ സഹപാഠികൾ പറഞ്ഞു കിട്ടിയതേ ഉള്ളൂ. അപ്പോ അവരുടെ രജിസ്റ്റർ എടുത്തിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. എന്തായാലും ആലപ്പുഴയിൽ നിന്നുള്ള ഒരാളുണ്ടല്ലേ? ആലപ്പുഴയിൽ നിന്ന് ഒരാൾ ആയുഷ് ആണെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള ആയുഷ് എന്നാണ് തോന്നുന്നു. അതെ ഒരാള്. മറ്റുള്ളവർ കണ്ണൂര്, മലപ്പുറം, ലക്ഷദ്വീപ്, പാലക്കാട് ഒരാളുണ്ട്. പാലക്കാട്. യെസ്. എന്തായാലും വളരെ നന്ദി MLA. കൂടുതൽ വിവരങ്ങൾ ചോദിക്കാൻ പറ്റുന്നൊരു സാഹചര്യവുമല്ല, താങ്കളും തിരക്കിലാണെന്നറിയാം. എങ്കിലും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് ഞങ്ങൾ പിന്നീട് ബന്ധപ്പെടാം. വളരെ നന്ദി. അദ്ദേഹം സൂചിപ്പിക്കുന്നതനുസരിച്ച് എന്തായാലും ആലപ്പുഴയിൽ നിന്നുള്ള ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു. മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, ലക്ഷദ്വീപ് മേഖലയിൽ നിന്നൊക്കെയുള്ള കുട്ടികളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അവർ സിനിമയ്ക്ക് പോയതാണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത, അതായത് സുഹൃത്തുക്കൾ, അതായത് കൂട്ടുകാരൊക്കെ പറയുന്ന വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ സാധ്യമാകുന്നത്. അത് സ്ഥിരീകരിക്കാവുന്ന ഒന്നായിരിക്കണമെന്നില്ല എന്ന് ആവർത്തിക്കട്ടെ. പക്ഷേ എന്തായാലും ഏറെ ദുഃഖകരമായ വാർത്ത. പ്രത്യേകിച്ച് മഴയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണമെന്നൊക്കെയുള്ള അലർട്ടുകൾ ഉണ്ടായിരുന്നു. അനാവശ്യമായ യാത്രകളെല്ലാം ഒഴിവാക്കണമെന്ന് നമ്മുടെ ഭരണകൂടങ്ങളും സംവിധാനങ്ങളുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. ഇത്തരം അപകടങ്ങൾ ഇത് ഈ ഒരു സമയത്ത് പറയുന്നത് ഉചിതമല്ല എങ്കിൽ പോലും അനാവശ്യമായ യാത്രകൾ ഈ മഴക്കാലത്ത് ആരാണ് എങ്കിലും ഒഴിവാക്കുക. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ആണ് ഇത്തരം സമയത്തൊക്കെ പുറത്തിറങ്ങാകൂ എന്ന ഭരണകൂടത്തിൻ്റെയും അധികാരികളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കേണ്ട സമയമാണ്. പക്ഷേ ഇത് കുറ്റപ്പെടുത്തേണ്ട സമയമല്ല. അപകടം ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം ആണ് ഉണ്ടായിട്ടുള്ളത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് എന്നതാണ് അതിലേറെ വേദനാജനകമാകുന്നത്. അവർ 1ാം വർഷ വിദ്യാർത്ഥികൾ എന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരണപ്പെട്ടു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതേസമയം 2 പേർ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് മരണപ്പെട്ടത് എന്ന് പറയുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവർ ഈ മരണപ്പെട്ടവരെ അടക്കം അതേ ആശുപത്രിയിലാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് എന്നതും ഏറെ ദുഃഖകരമാണ്. വിദ്യാർത്ഥികളുടെ അഡ്രസ്സും മറ്റു വിവരങ്ങളുമൊക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെയായി ബന്ധപ്പെടുവാനുള്ള ശ്രമവും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വീണ്ടും ചേരുന്നുണ്ട്. ശരണ്യ, നേരത്തെ MLA അടക്കം സംസാരിച്ചപ്പോൾ കുട്ടികളുടെ പേരും മറ്റു വിവരങ്ങളുമൊന്നും സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും ഇവരുടെ പ്രദേശമൊക്കെ ഏതാണ്ട് അറിഞ്ഞു വരുന്നു, അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ബന്ധപ്പെട്ടു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.